ഹായ് ഹായ് ഹായ്. അപ്പോൾ ഈ ഞായറാഴ്ച വെറുതെ വീട്ടിലിരുന്നപ്പോൾ ചടച്ച്. അപ്പോൾ കമ്പനിക്കാരൻ വിളിച്ചപ്പോൾ കമ്പനിക്കാരൻ്റെ വീട്ടിലേക്ക് പോകാൻ. പിന്നെ മഴ ഒന്നുമില്ല. മഴ ഉണ്ട് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ കണ്ണ് തുറക്കാൻ പറ്റാത്ത വെയിലായിരുന്നു. താങ്കൾ എവിടേക്കാണ് പോകുന്നത്? അവിടെ ഓൻ്റെ അവിടെ പോയപ്പോഴാണെങ്കിൽ അവൻ ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയിക്കണം എവിടേക്കെങ്കിലും പോവാൻ ഇറങ്ങാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഈ മഴക്കാലത്ത് ഇപ്പോൾ കാണാൻ പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടം തന്നെയല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും ആതിരപ്പള്ളിക്ക് പോവാം. ആതിരപ്പള്ളിക്ക് ആണെന്നുണ്ടെങ്കിൽ കുറേ കാലം മുന്നേ പോയതാണ്. ഞാനൊക്കെ 4 പഠിക്കുമ്പോഴായിട്ട് പോയതാണ്. അപ്പോൾ പോവാറുണ്ട്. ഞങ്ങളടുത്ത് ഫണ്ടൊന്നും ഇല്ല, എന്നാലും ഉള്ള വെച്ച് കണ്ട് പോയി നോക്കാമെന്ന് പറഞ്ഞു. മാപ്പിൽ നോക്കിയപ്പോൾ എത്ര 138 അങ്ങനെ എന്തോ ഒറ്റ കിലോമീറ്റർ കാണിച്ചു. അപ്പം എന്നാൽ പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ സ്കൂട്ടിമേ തന്നെ അങ്ങോട്ട് ഇറങ്ങി, 2 പഠിക്കാൻ. മഴ ഒക്കെ ഉണ്ടാവും വിചാരിച്ച് റെയിൻകോട്ടൊക്കെ എടുത്ത് വെച്ചിരുന്നു. പക്ഷേ മഴ ഒന്നും പെയ്തില്ല. പിന്നെ കുറേ ഓടിയപ്പോൾ ചടച്ച്. അങ്ങനെ വണ്ടി സൈഡാക്കിയിട്ട് ഇറങ്ങിയപ്പോൾ കണ്ടൊരു വ്യൂ ആണിത്. ഇവിടെ കുഴപ്പമില്ല, നല്ല രസമായിരുന്നു കാണാൻ ഈ സ്ഥലങ്ങളൊക്കെ. ഒരു പീസ് മൈൻഡ് സ്ഥലം. ഇത് പിന്നെ താമര കൃഷി നടത്തുന്ന പാടാ തോന്നുന്നു. കണ്ടപ്പോൾ താമരൊന്നുമില്ല, എന്നാലും അവിടെ ഇറങ്ങി ഇങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസമായിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് നേരം നിന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങിയിരിക്കണ തന്നെ ഒരു ഉച്ച ടൈമിലാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ കുറേ ടൈം നോക്കി നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ എത്താൻ എന്തായാലും നേരം വെക്കും. കാരണം 138 കിലോമീറ്റർ ഒറ്റ ഓടാണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം നോക്കി ഞങ്ങൾ നേരെ പിന്നെ പോകാമെന്ന് പറഞ്ഞു. പിന്നെ ഫുഡ് കഴിക്കാതെയാണ് ഇറങ്ങിയത്. അപ്പോൾ പിന്നെ ഞാൻ ഹോട്ടൽ തപ്പി നടക്കി. അങ്ങനെ ഹോട്ടൽ കണ്ട് ഹോട്ടലിൽ കയറി ചോദിച്ചപ്പോൾ അവർ ഫുഡൊക്കെ കഴിഞ്ഞിരിക്കണെന്ന് പറഞ്ഞു. ഞങ്ങൾ ഏകദേശം ആ ഒരു ടൈം ആയിക്കണ്. അപ്പോൾ പിന്നെ വേറെ സ്ഥലം നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ വല്ലാണ്ട് നിന്ന് തിരിയാനുള്ള ടൈമും ഇല്ല. അപ്പോൾ ഞങ്ങൾ പോയി വരാനും ലേറ്റാവും. അപ്പം അങ്ങനെ നേരെ വണ്ടി എടുത്ത് വിട്ട് അടുത്ത എവിടെയെങ്കിലും നോക്കാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അടുത്തൊന്നും നോക്കിയിട്ടില്ല. പിന്നെ കുറേ അങ്ങോട്ട് വണ്ടി എടുത്ത് കൊണ്ട് ഞങ്ങൾ പോവുകയാണ് ചെയ്തത്. അടുത്ത് നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾ ലെഫ്റ്റ് സൈഡിലൊന്നും കട ഉണ്ടാവില്ല, റൈറ്റ് സൈഡിലാണ് ഫുള്ള് കട കാണുക. അപ്പം ഇനി റൈറ്റ് സൈഡിലേക്ക് തിരിച്ചു പോകണ്ടേ. അപ്പം മടിയായിട്ട് കുറച്ച് അപ്പുറത്ത് പോവാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിട്ട്. അങ്ങനെ കുറേ അങ്ങോട്ട് പോയപ്പോൾ ഒരു കട കണ്ട്. അവിടെ പിന്നെ എന്തൊക്കെയാണെന്ന് ചോദിക്കാൻ, ബിരിയാണി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ അത് തിന്നാനായിട്ട് കയറി. കാരണം എന്തായാലും നല്ല വിശന്നിരിക്കുകയാണ്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ മതി എന്നുള്ള രീതിക്ക് വേഗം ബിരിയാണി പറഞ്ഞു. അപ്പോൾ അവർ ബിരിയാണി കൊണ്ടുവന്ന് സെർവ് ചെയ്ത് തന്നു. അത് കഴിച്ചിട്ട് നേരെ പോകാന്നുള്ള രീതിക്ക് വേഗം കഴിച്ചു. പിന്നെ ഞങ്ങൾ ടൈം വേസ്റ്റ് ആക്കാൻ നിന്നില്ല, വേഗം ഇറങ്ങി വണ്ടി എടുത്തിട്ട്. അവിടുന്ന് പിന്നെ കുറേ ഓടാനുണ്ട്. അവിടുന്ന് ഫുള്ള് പിന്നെ വളവും തിരിവും അങ്ങനെ ഒരു ഹൈവേ അല്ലേ. അപ്പം ഇങ്ങനെ ഇരുന്നിട്ട് കുറേ ചടച്ച്. ഒന്നാമത് വണ്ടിപ്പം ഇങ്ങനെ ഇരിക്കല്ലേ. പിന്നെ മഴക്കാറുണ്ട്, എന്നാൽ ചെറുതായിട്ട് നേരിയ ചൂടുമുണ്ട്. അങ്ങനെയാണ്. മഴ പെയ്യുകയാണെങ്കിൽ രസമായിരുന്നു. മഴ പ്രതീക്ഷിച്ചിട്ട് ഞങ്ങൾ വന്നത്. വണ്ടിയിൽ റെയിൻകോട്ടും എല്ലാവരും സെറ്റാക്കിയിരുന്നു. പക്ഷെ മഴ ഒന്നും പെയ്തില്ല. പിന്നെ അവിടുന്ന് കുറേ അങ്ങോട്ട് എത്തിയപ്പോൾ ഒരു ബോർഡ് കാണുന്നുണ്ട്, മലക്കപ്പാറ ആതിരപ്പള്ളി വെൽക്കം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ കുറച്ച് സമാധാനമായി, ഏതായാലും പോകാനുള്ള സ്ഥലത്തേക്ക് എത്തിയല്ലോ എന്നുള്ളത്. പക്ഷേ അവിടുന്ന് ഇന്ന് 30 കിലോമീറ്റർ ഒക്കെ പോകാനുണ്ട് കറക്റ്റ് ആതിരപ്പള്ളി വ്യൂവിൻ്റെ അങ്ങോട്ട്. അപ്പോൾ പിന്നെ കുറേ അങ്ങോട്ട് കയറിയപ്പോൾ ഒരു ഫോറസ്റ്റിലേക്ക് എത്തി. അവിടെ പിന്നെ കുറച്ച് സമാധാനമുണ്ട്. അതായത് വെയിലിൻ്റെ ചൂട് ഇതൊക്കെ കുറവുണ്ട്. പിന്നെ കാട്ടിൽ കയറുമ്പോൾ എങ്ങനെയായാലും ഒരു തണുപ്പുണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് പിന്നെ വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പോണ കാടാകുമ്പോൾ കുറച്ചും കൂടി തണുപ്പിൻ്റെ ഇത് കൂടുക, ഒരു വാട്ടറിൻ്റെ ഇതൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങൾ ഈ കാട്ടിൻ്റെ അവിടേക്ക് കയറുന്നതിനെക്കാട്ടിലും മുന്നല്ലേ എന്താണ് കുറേ വീടും കടകളൊക്കെ കണ്ട്. അപ്പോൾ അതിലെന്താ വെച്ചാൽ മെയിൻ ഹൈലൈറ്റ്, എല്ലാ വീട്ടിലും മറ്റേ റംബുട്ടാൻ്റെ കൃഷിയുണ്ട്. ഒരു വീട്ടിൽ ഒരു 3-4 മരമൊക്കെ ഉണ്ട്. എന്നിട്ട് അവരെന്താ ചെയ്തേക്കണെന്ന് വെച്ചാൽ റംബുട്ടാൻ ഉണ്ടായിരിക്കണ മരമൊക്കെ ഒരു ചുവപ്പ് വലയായിട്ട് കവർ ചെയ്തിട്ടിരിക്കുകയാണ്. എന്നിട്ട് അതിന്മേൽ ഈ മൂത്ത റംബുട്ടാൻ പൊട്ടിച്ചിട്ട് അവരെ വീടിൻ്റെ മുന്നിൽ തന്നെ വെച്ചിട്ടാണ് ഇവർ വിൽക്കുന്നത്. എന്നിട്ട് കുറേ ആൾക്കാർ മേടിക്കുന്നുണ്ട്. അതായത് മരുന്നും ഒന്നും അടിക്കാതെ നല്ല സാധനം തന്നെ ആയിട്ട് അവരെല്ലാവർക്കും വിൽക്കുന്നുണ്ട്. അത് നല്ലൊരു സംഭവമായിട്ട് തോന്നി. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ ഒന്നാമത്തെ ടൈമില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഉച്ചക്കല്ലേ വന്നിരിക്കണേ. അപ്പം അതിനെക്കൊണ്ട് അവിടെ ഒന്നും കയറാൻ നിന്നില്ല. പിന്നെ കുറേ അങ്ങോട്ട് പോയപ്പോൾ ഒരു ചെറിയൊരു അരുവിയുണ്ട് അവിടെ. പിന്നെ ഞങ്ങൾ ഹൈവേ കൂടി വന്നിട്ട് നല്ല പൊടി പാറിയുന്നു, ഹെൽമെറ്റിന് ഗ്ലാസ് ഒന്നുമില്ല. അപ്പോൾ പിന്നെ കണ്ണിലൊക്കെ ആകെ പൊടി പാറിയോണ്ട് നേരെ അങ്ങോട്ട് ആതിരപ്പള്ളിക്ക് ചെല്ലാതെ ഇവിടെ ഇറങ്ങിയിട്ടൊന്ന് മുഖമൊക്കെ കഴുകിയിട്ട് പോകാമെന്ന് വിചാരിച്ച്. റോഡിൻ്റെ അവിടെ നോക്കിയപ്പോൾ ഈ അരുവിയിൽ നിന്ന് വെള്ളം ഒഴിക്കണത് മാത്രമേ കണ്ടിട്ടുള്ളൂ.
കുറച്ചങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഉണ്ട് അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അവിടെ ഫോട്ടോ എടുക്കാനായിട്ടും മീൻ പിടിക്കാനായിട്ടും ഞങ്ങളമാർക്ക് ഇങ്ങനെ എന്താണ് മുഖം കേൾക്കാനും കാണാനും ഒക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി വ്യൂ ആണ് ഇവിടെ. കാണാൻ പറ്റിയ നല്ല രസമുള്ളൊരു വ്യൂ ആണ്. ഞങ്ങളിങ്ങനെ കുറേ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. റോഡിൻ്റെ ആ സൈഡ് നോക്കിയപ്പോൾ ജസ്റ്റ് ഒരു വെള്ളം ഒഴുകി പോകുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇറങ്ങിയപ്പോഴാണ് ആ ഒരു കറക്റ്റ് വ്യൂ കണ്ടത്. അപ്പോൾ പിന്നെ അവിടുന്ന് ഞങ്ങൾ കുറേ അങ്ങോട്ട് ഇറങ്ങി വന്ന്, അതായത് കുറച്ചുമാടി അടുത്തേക്ക് വന്നാലേ നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ കിട്ടുള്ളൂ. ഫോട്ടോ പിന്നെ വല്ലാണ്ട് എടുക്കാൻ നിന്നില്ല, കുറേ വീഡിയോ തന്നെ ഞാൻ എടുത്തത്. ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളതായതുകൊണ്ട് പിന്നെ അതിനാണ് ആദ്യം ഫോക്കസ് എടുത്തത്. അവിടെ കുറേ ആൾക്കാരുണ്ട് എന്നെ പോലെ വീഡിയോ എടുക്കാൻ വന്നവരൊക്കെ. പിന്നെ അവിടെ മീൻ പിടിക്കണ ഒരു കാക്ക ഉണ്ടായിരുന്നു. ആ സൈഡിലൊക്കെ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരാണ്. പിന്നെ അപ്പുറത്തെ പാറമ്മക്കൊക്കെ അവർ നടന്നിരുന്നു. അവരങ്ങനെ വെള്ളം ചോട്ടാതെ നടന്നതെന്ന് മനസ്സിലായില്ല. അപ്പോൾ അതിങ്ങനെ നോക്കിയിരുന്നു. എന്തായാലും ആ മൂപ്പരാളെ അടുത്തേക്ക് പോയിട്ടൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനതിങ്ങനെ തപ്പിയിരുന്നു. അപ്പം എൻ്റെ ഒപ്പം എന്തായാലും മുഖം കേൾക്കാൻ പോയി. ആ സൈഡിൽ നിന്നാണ് വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത്. അവിടെ കാണാൻ നല്ല രസമായിരുന്നു. അപ്പുറത്തെ സൈഡിലേക്ക് പോകണം, ആ കല്ലുമ്മ ചവിട്ടിയിട്ടേറ്റ്. അപ്പോൾ ഏതിൽ കൂടി അവർ പോയതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ അങ്ങനെ കുറേ ആ സൈഡ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പിന്നെ അപ്പോഴാണ് കണ്ടത് അവിടെ ഒരു കല്ലുണ്ട്, അതിന്മേൽ കൂടി ചവിട്ടിയാൽ അപ്പുറത്തേക്ക് എത്താൻ പറ്റും. അങ്ങനെ അവിടേക്ക് നടന്നു അവരെടുത്തേക്ക് വന്നു. അപ്പോൾ അവിടെ 3 ആൾക്കാർ ഇരിക്കുന്നു. പക്ഷെ അവർ മലയാളീസ് അല്ല. പിന്നെ 2 ആൾക്കാരുള്ള അവർ മലയാളീസ് അല്ല. ആ ചൂണ്ടലിടുന്ന കാക്കയും മലയാളീസ് അല്ല. പക്ഷെ അവിടെ ആദ്യം വന്നിരുന്നവരൊക്കെ അവിടെ ഉണ്ടായിരുന്ന താത്താരൊക്കെ നമ്മളെ മലപ്പുറത്തുള്ളവർ തന്നെയാണ്. ഞാൻ കുറച്ച് നേരം ആ ചൂണ്ടലിടുന്നൊക്കെ കണ്ടു നിന്നു. പിന്നെ ഞാൻ പോയ ടൈമിൽ മൂപ്പരാൾക്ക് മീനൊന്നും കിട്ടണില്ല. അപ്പോൾ കുറേ നേരം നോക്കി നിൽക്കാൻ തോന്നില്ല. പിന്നെ അടുത്ത വീഡിയോ എടുക്കാമെന്നുള്ള രീതിക്ക് അങ്ങോട്ട് നിന്നു. ഇവിടെ മഴക്കാറിൻ്റെ അതൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും മഴ പെയ്യണേനും. ഞങ്ങളെന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റെപ്പിലും മഴ പെയ്യും എന്നുള്ള ആ ഒരു രീതിയിലാണ് പോകുന്നത്. കാരണം മഴ കിട്ടുമ്പോഴാണ് കുറച്ചും പാടി ആ വൈബ് ഒന്ന് കൂടുള്ളൂ. അത് വിചാരിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ. അതെന്താ തോന്നുന്നത്, മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ പെയ്യുന്നില്ല. ഞാൻ മുമ്പൊരാളെ ചൂണ്ടലിടുന്ന സാധനങ്ങളൊക്കെ അതൊന്ന് കടണ്ട് തോന്നുന്നു. ചൂണ്ടൽ മേടിക്കാൻ ഇവിടെ അടുത്ത് തന്നെ കടണ്ട് തോന്നുന്നു. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടില്ല. ആ സൈഡിൽ കണ്ടില്ല, മഴക്കാരൻ്റെ ഒരു ചെറിയൊരു ഇതൊക്കെ കാണുന്നു. ബട്ട് മഴയില്ല. ഇത് വെള്ളത്തിന് നല്ല ഫോഴ്സ് ഉണ്ട്. ആ സൈഡിലേക്ക് ഇറങ്ങിയാൽ ചിലപ്പോൾ കാല് വഴുതി പോകാൻ ചാൻസ് ഉണ്ട്. അതിനെക്കൊണ്ട് വല്ലാണ്ട് അങ്ങോട്ട് പോണില്ല. ഇവിടെ നിന്ന് വീഡിയോ എടുക്കാം. അപ്പോൾ സംഭവം അടിപൊളിയാണ്. വ്യൂ ഒക്കെ അടിപൊളിയാണ്. ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ പോകാൻ തോന്നണമില്ല. പക്ഷേ ഇവിടെ അധികം ടൈം നിൽക്കാൻ പറ്റില്ലല്ലോ. കാരണം ഇപ്പോൾ നമ്മൾ പോകാനുള്ള ഡെസ്റ്റിനേഷനിൽ എത്തിയില്ലല്ലോ, നേരെ അവിടുത്തെ വിട്ട്. അപ്പോൾ ഇതാണ് ആതിരപ്പള്ളിക്ക് കയറുന്നതിന് മുന്നുള്ള ആ ഒരു കവാടം. അപ്പോൾ ഇതിൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. അപ്പം അവിടുന്ന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റിൻ്റെ റേറ്റ് കുട്ടികൾക്ക് എത്രയാണെന്നുള്ളത് അറിയില്ല. അത് ഞാൻ ബോർഡ് നോക്കാൻ പറഞ്ഞു. വലിയവർക്ക് 50 വരുന്നത്, ഒരാൾക്ക് 50. അങ്ങനെ ഞങ്ങൾ 2 ആൾ 3. എന്നിട്ട് അവിടെ ടിക്കറ്റ് കാണിച്ചു കൊടുത്ത് ഇതിൽ കൂടിയാണ് നടക്കുക. നമ്മൾ പോകാനുള്ള സ്ഥലത്ത് കാണാനുള്ള ഏരിയയ്ക്ക് ഇതിൽ കൂടിയാണ് നടക്കുക. അപ്പോൾ വരുന്ന ആൾക്കാരൊക്കെ കുറേ നല്ല നനഞ്ഞിട്ടുണ്ട്. ഈ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയിട്ടാവുമെന്നാണ് പോകുമ്പോൾ ഞങ്ങൾ വിചാരിച്ചത്. പിന്നെ ഇവിടുന്ന് കുറേ നടക്കാൻ പറ്റുന്നവർ വരും. അത്യാവശ്യം നല്ല നടക്കാണ്ട്. പിന്നെ നല്ല രസമാണ് നടക്കുമ്പോൾ. ഇങ്ങനെ ഒരു ട്രക്കിംഗ് വൈബൊക്കെ ഉണ്ട്. പിന്നെ തിരക്ക് കുറവായിരുന്നു കേട്ടോ. ഇത്ര നല്ല ഇവിടെ തിരക്കുണ്ടാകുന്നു, നല്ല തിരക്കുണ്ടാകുന്നുണ്ട്. ഞങ്ങൾ പോകുമ്പോൾ നല്ല തിരക്ക് കുറവാണ്. ഞാൻ നല്ല തിരക്കുണ്ടാവും എന്നാണ് വിചാരിച്ചത്. മഴ ആയതുകൊണ്ടാണ് തോന്നുന്നത്, അല്ല മഴ ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നത് തിരക്ക് കുറവ്. കാരണം കുറേ ആൾക്കാർ ഈ മഴ ഉള്ളതുകൊണ്ട് വെള്ളച്ചാട്ടം കാണാൻ വരുന്ന ആൾക്കാരുണ്ട്. ഞങ്ങളമാരിക്കൊക്കെ മഴ ഇല്ലാത്തതുകൊണ്ടാണ് ആൾക്കാരിപ്പോൾ കുറവ് തോന്നുന്നു. പിന്നെ ഇപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കണതിൻ്റെ നേരെ നോക്കുമ്പോൾ കാണുന്ന അവിടെ നിന്നാണ് വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പം അടിയിലാണ് വ്യൂ. ആദ്യം അടിയിലേക്ക് ഇറങ്ങണി ഞങ്ങൾ നേരെ മേലെ നോക്കിയിട്ട് അടിയിലേക്ക് പോകാൻ വിചാരിച്ച്. അപ്പോൾ നേരെ ഇതാണ് അതിൻ്റെ മേലെ, അവിടേക്ക് പോകുന്നത്. അപ്പോൾ ഒരു പാറമ്മ കൂടി ഇങ്ങനെ ഇറങ്ങണം. അവിടേക്ക് നടക്കുമ്പോഴാണ് സീന്. അവിടെ ചില പാറൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വഴുക്കുണ്ട്. അപ്പോൾ നടക്കുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. ഞാനാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ അടിയിലേക്ക് നോക്കാതെ നടക്കുന്നത്. എന്നിട്ട് കമ്പനിക്കാരന് ഒരു സൈഡിൽ കൈ വെച്ച് ഇങ്ങനെ പിടിച്ചിട്ടാണ് നടക്കുന്നത്. ചിലരൊക്കെ കൂളായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ കുറേ ആൾക്കാർ അടിയിൽ നിന്ന് വ്യൂ കണ്ടു കഴിഞ്ഞ് വന്നിട്ട് മേലെ വന്ന് റെസ്റ്റ് എടുക്കുന്ന ആൾക്കാരെ തോന്നുന്നു, ആ പാറന്നിരിക്കണവരൊക്കെ. പിന്നെ കുറേ ആൾക്കാർ വീഡിയോ എടുക്കാനായിട്ട് നിൽക്കുന്നവരുണ്ട്.
കുറേ പേര് അവിടെ ഇരിക്കുന്നുണ്ട്. അവർ മിക്കവാറും നടന്ന് ക്ഷീണിച്ചവർ തന്നെ ആവും. ഞാൻ പറഞ്ഞില്ല അവിടെ തോനെ നടക്കണ്. ഇതാണ് അപ്പോൾ വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടം ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഗ്യാപ്പ് കിട്ടണില്ല, കറക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അതിന് കുറച്ച് നേരം നിന്ന് ഞാനവിടെ, അതിനാണ് ഇവിടെ തിരക്ക്. വീഡിയോ എടുക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഇങ്ങനെ സ്ഥലം കിട്ടണ്ട, എന്നിട്ട് നല്ലപോലെ ഒന്ന് ഈ വെള്ളച്ചാട്ടം ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ ടൈം അവിടെ നിന്ന് തിരിഞ്ഞ് എന്നിട്ട് ഒരുപാട് വീഡിയോസ് എടുത്തിക്കണ്. അതിലൊക്കെ ഞാൻ ഇവിടെ ഇടാം. ഏതാ രസം എന്നുള്ളത് നിങ്ങൾ തന്നെ കണ്ടു നോക്കി. ഇത് പിന്നെ ഞാൻ നോർമൽ 12 Pro 1Xലാണ് ഈ വീഡിയോ ഞാൻ എടുത്തത്. ഇത് പിന്നെ ഞാൻ വൈഡാക്കിയിട്ട് എടുത്ത് നോക്കി. വൈഡാക്കി എടുക്കുമ്പോൾ എല്ലാതും കിട്ടുന്നുണ്ട്, ബട്ട് അത്ര വലിയൊരു നേക്കായിട്ട് എനിക്ക് തോന്നിയില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല. മേലത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതാ ഈ കാണുന്നതാണ് മേലത്തെ വ്യൂ. കുഴപ്പമില്ല, നല്ല രസമുണ്ട്. പിന്നെ ഞങ്ങൾ വരുമ്പോൾ ഇതാ ഇവിടുത്തെ മെയിൻ ആൾക്കാരെ കണ്ട്, 2 ആൾക്കാരുള്ളതിന് കുറേ ആൾക്കാരെ കണ്ട്. അവരൊന്നും എടുക്കാൻ നിന്നില്ല, കാരണം ഐഫോണല്ലേ ചാർജ് കുറവായിരുന്നു. അപ്പോൾ ചാർജ് തീർന്നു കഴിഞ്ഞാൽ പവർ ബാങ്ക് ഒന്നും എടുക്കാതെയാണ് വന്നിരിക്കണം. അപ്പോൾ ബാക്കി വീഡിയോസ് എടുക്കാൻ പറ്റില്ല. ഇനി ഏതായാലും അടിയിലേക്ക് പോവാം. അടിയിലേക്കാണ് ഇനി നടക്കുന്നത്. മേലത്തെ വ്യൂ ഇപ്പോൾ കണ്ടില്ലേ, ഇനി അടിയത്തെ വ്യൂ കാണാൻ വേണ്ടിയാണ്ട് നടന്നു നോക്കാം. മേലേക്ക് കയറാനും പണിയാണ്, ഇറങ്ങണ മാതിരി തന്നെ. ഇതാണ് ഇനി അടിയിലേക്ക് ഇറങ്ങാനുള്ള ഒരു വഴി. അപ്പോൾ കുറേ ആൾക്കാർ കയറി വരുന്നവരുണ്ട്, ഞങ്ങൾ ഇറങ്ങാൻ പോകണുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു വഴി. അവിടേക്ക് ഏറെക്കുറെ ഇറങ്ങാണ്ട്. ഇതാ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ കാണാല്ലേ, ആ അടിയിലേക്ക് നല്ല ഇറങ്ങാണ്ട്. അപ്പോഴേ അടിയിലത്തെ ഒരു വ്യൂ കറക്റ്റ് കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ല നേരത്തെ തന്നെ, അവിടുന്ന് വരുന്നവരൊക്കെ കണ്ടില്ലേ, ഫുള്ള് നല്ല നനഞ്ഞിട്ടാണ് വരുന്നത്. മഴ കൊണ്ട മാതിരി തന്നെ അയക്കണം. കുറേ ആൾക്കാർ കോട്ടൊക്കെ എടുത്തിട്ടുണ്ട്, കോട്ട റെയിൻകോട്ടൊക്കെ ഞങ്ങൾ വരുമ്പോൾ കണ്ട്. അടിയിലുണ്ടോയെന്ന് അറിയില്ല, അങ്ങോട്ട് കയറുമ്പോൾ കണ്ട് കുറേ. ഇവരൊക്കെ പിന്നെ നല്ല ക്ഷീണിച്ചിങ്ങനെ തോന്നുന്നു. എങ്ങനെ അറിയില്ല, ഇറങ്ങുമ്പോൾ വലിയ കുഴപ്പമില്ല, ഇനി കയറുമ്പോൾ അതേമാതിരിക്ക് കുഴപ്പമില്ലാണ്ട് ഇരിക്കോ ഇല്ല എന്നുള്ളത് പോയി വന്നാലേ പറയാൻ പറ്റുള്ളൂ. ഇതാണെങ്കിൽ ഇറങ്ങിയിട്ടും തീരണമില്ല. ഞങ്ങൾ ഇപ്പം തന്നെ കുറേ നടന്നു. നോക്കട്ടെ, ഇനിയും അടിയൊക്കെ ഇറങ്ങാണ്ട്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ പോണ വഴിയിലൊക്കെ അത്യാവശ്യം തിരക്ക് കാണുന്നുണ്ട്, ബട്ട് ഇത്ര ഒന്നല്ല കേട്ടോ ഇവിടുത്തെ തിരക്ക്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്ക് ഉണ്ടാവലുണ്ട്. ഇതിപ്പോൾ ഈ ഒരു ചെറിയ ഇടുങ്ങിയ വഴിയായിട്ടാണ് തോന്നുന്നത് ഇവിടെ ഇത്ര തിരക്ക്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറണവരും ഇല്ലേ, അതുകൊണ്ടാവും. എന്നാലും ഇവിടെ ഉണ്ടാവുന്ന തിരക്കിൻ്റെ അത്ര ഒന്നും ഉണ്ട് എനിക്ക് തോന്നണില്ല. ഞാൻ ഇവിടേക്ക് 4 പഠിക്കുമ്പോൾ വന്നതാണ്. ആ ടൈമത്തെ അല്ലട്ടോ ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ ഞങ്ങൾ ഇവിടേക്ക് വരുന്നതിൻ്റെ മുന്നേ ഞാൻ കുറേ ഇതൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരാൻ നിന്നത്. അപ്പോൾ അതിലൊക്കെ അത്യാവശ്യം നല്ല തിരക്ക് കണ്ടിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഈ സൈഡിൽ കൂടി ഇങ്ങനെ നടക്കുമ്പോൾ എല്ലാവരും ലെഫ്റ്റ് സൈഡിൽ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു അടിയിൽ നിന്നൊരു വ്യൂ ഉണ്ട്. അപ്പോൾ അതാണ് എല്ലാവരും ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിരുന്നു. പിന്നെ ഇവിടെ വല്ലാണ്ട് നോക്കി നിന്നിട്ടില്ല, കാരണം കറക്റ്റ് ആ വ്യൂവിൻ്റെ അവിടേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇതിപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതെന്നുള്ളൂ. ഇവിടെ നല്ല വ്യൂ കാണാനുള്ളത്. കാണാൻ വേണ്ടി ഇനിയും അടിയിലേക്ക് ഇറങ്ങാണ്ട്. ഇപ്പോൾ നമുക്ക് അടിയിലേക്ക് പോയി നോക്കാം. അവിടേക്കാണെങ്കിൽ നടന്നിട്ട് എത്തുന്നില്ല. നമുക്ക് ചിലരത് ഓടണമൊക്കെ ഉണ്ട്, നമുക്ക് നടക്കാൻ തന്നെ വയ്യ. അപ്പോഴേ ചിലർ ഓടുന്നത്. ഏതാണ്ട് ആ വ്യൂവിൻ്റെ അവിടേക്ക് എത്താനായപ്പോൾ തന്നെ ഇവിടേക്ക് തന്നെ ഏകദേശം നല്ല വാട്ടർ അടിക്കുന്നുണ്ട് കേട്ടോ. മേത്തേക്കൊക്കെ നല്ല വെള്ളം തെറിക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് കയറുമ്പോൾ എല്ലാവരും നനഞ്ഞിട്ട് പോണത് കണ്ടത്, അല്ലാതെ മഴ കൊണ്ടതല്ല. വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയതല്ല, അവിടെ നിന്ന് തന്നെ ഇങ്ങോട്ട് വെള്ളം നല്ല റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് അടിയിൽ നിന്നുള്ളൊരു ചെറിയൊരു വ്യൂ. കുറച്ചും കൂടി അടുത്തേക്ക് പോവാം. ഞാൻ അതിന് മുന്നേ ഒന്ന് വീഡിയോ എടുത്താണ് ജസ്റ്റ് ഇവിടെ നിന്നുള്ള ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞില്ലേ കുറേ ആൾക്കാർ കോട്ട റെയിൻകോട്ടൊക്കെ എടുത്ത് വരുന്നുണ്ട്. അങ്ങനെ എടുത്ത് വന്നാൽ മതിയെന്ന്. ഞങ്ങൾ പിന്നെ മഴ ഇല്ലല്ലോ എന്നുള്ള രീതിക്ക് റെയിൻകോട്ടൊക്കെ വണ്ടി വെച്ചിട്ട് പോന്നു. റെയിൻകോട്ടൊക്കെ എടുത്തിട്ട് തന്നെ വന്നത്, ബട്ട് മഴ ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് വണ്ടി തന്നെ വെച്ച്. ഇവിടെ വന്നപ്പോഴാണ് അതിൻ്റെ ഉപയോഗം മനസ്സിലായത്. ഞങ്ങളിവിടെ വന്നിട്ട് ഇങ്ങോട്ട് തന്നെ കണ്ടില്ല, നല്ല വെള്ളം അടിക്കുന്നുണ്ട്. ക്യാമറൻ്റെ ജിമ്മൊക്കെ വെള്ളമായിട്ട് നല്ലപോലെ വീഡിയോ എടുക്കാൻ പോലും പറ്റണില്ല. കുറേ കണ്ട ഞാൻ എന്നിട്ട് ഇങ്ങനെ ക്യാമറ തുടച്ചിട്ടാണ് ഇങ്ങനെ എടുത്തിരുന്നത്. അപ്പോൾ ഇതാണ് അടിയിൽ നിന്നുള്ള ആ ഒരു വ്യൂ. കുറച്ചും പാടിക്ക് അടുത്തേക്ക് പോയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്നുള്ള ആ ഒരു ആൾക്കാരെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് തന്നെ എടുത്തത്. അപ്പോൾ കണ്ട ഇതാണ് ഇവിടെ ഉള്ള ആൾക്കാർ. ഇത്ര ഒന്നല്ല ഇവിടെ ഉണ്ടാവില്ല എന്നാണ്
എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. പോയവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതായത് എത്ര ആൾക്കാരുണ്ടാവലുണ്ട് സാധാരണ. എനിക്ക് തോന്നുന്നു എത്ര ആൾക്കാരൊക്കെ ഉണ്ടാവുള്ളൂ. ഇത്രയും അടിപൊളി വ്യൂ ആയിട്ട് ആരെങ്കിലും ഇത് കാണാൻ വരാതിരിക്കും. അപ്പോൾ ഇതാണ് വ്യൂ. നല്ല കിടിലൻ വൈബാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഒപ്പമുള്ളവനോട് ചോദിച്ചു നോക്കാം. ഈ ഒരു ക്ലൈമറ്റിൽ, അതായത് ഈ ഒരു മഴ സമയത്ത് വരാൻ പറ്റിയ കിടിലൻ സ്പോട്ടാണ് ആതിരപ്പള്ളി. ആരും മിസ്സാക്കണ്ട, നല്ല ടൈമാണ്. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം എൻജോയ് ചെയ്തിട്ട് പോവാം. ഇവിടെ ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ കണ്ടില്ലേ, എല്ലാവരും നല്ലൊരു എൻജോയ്മെൻറ്റ് മൂഡിലാണ്. ഇതാ വ്യൂ ഇതാ കറക്റ്റ് കാണാം. ഇത് ഞാൻ വീഡിയോ എടുത്ത കുറച്ച് ഭാഗങ്ങൾ കാണിച്ചു തരാം. ഇത് ഞാൻ ഇതിൽ ഇടാൻ വേണ്ടിയിട്ട്, ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത കുറച്ച് വീഡിയോസാണ്. ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു സ്പേസ് കിട്ടണി, അതാണ് കിട്ടിയപ്പോൾ ഞാൻ എടുത്ത വീഡിയോസാണ്. ഇത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ലേ നല്ല വാട്ടർ അടിക്കുന്നുണ്ടെന്ന്. വെള്ളം ചാടുമ്പോൾ ഇവിടുന്ന് നല്ല വാട്ടർ അടിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ കൊണ്ട് തന്നെ ഇന്ന് മഴയില്ലല്ലോ, അപ്പോൾ ചെറുതായിട്ട് ആ ഒരു സൂര്യപ്രകാശം ഇവിടുത്തെ വാട്ടർ അടിക്കണ മുമ്പ് അടിക്കായിട്ട് നല്ലൊരു റെയിൻബോ കാണാണ്ട്. ഇത് എന്താണ്, ഞങ്ങൾ മണാലി പോയ ടൈമിൽ ജോഗിനി വാട്ടർഫാൾസ് ഉണ്ടല്ലോ, അവിടെ ഇതേപോലെ കണ്ടിരുന്നു. അതേമാതിരി തന്നെ ഇവിടുത്തെ നല്ലൊരു കിട്ടിയിലെ റെയിൻബോ കിട്ടി. അതിൻ്റെ വീഡിയോ ക്യാപ്ചർ ചെയ്താണ് ഇപ്പോൾ ഞാൻ ഈ ഇട്ടിരുന്നത്. നല്ല രസമുണ്ട്. മിസ്സായി. അങ്ങനെ അടിയത്തെ ആ ഒരു വ്യൂ ഉണ്ട്. ഇനിയിപ്പോൾ തിരിച്ചു പോകണം. ഏകദേശം ഒരു 5:55 ആയിക്കുണ്ടാവും ഏകദേശം. അപ്പോൾ ഇനി ഞങ്ങളിവിടെ നിന്നാൽ ശരിയാവില്ല. പിന്നെയാണ് ഇപ്പോൾ ടാസ്ക്. ഇറങ്ങിയതൊക്കെ ഇനി മേലേക്ക് കയറണം. ഇറങ്ങിയ മാതിരിക്കല്ല, മേലേക്ക് കയറാനാണ് റിസ്ക്. നടക്കാൻ മടിയുള്ള കൂട്ടത്തിലാണ് ഞാൻ. അതിനെക്കൊണ്ട് തന്നെ എനിക്ക് നല്ല റിസ്ക് ആയിട്ടാണ് തോന്നിയത്. നടക്കാൻ മടിയില്ലാത്തവർക്ക് കുഴപ്പമില്ല, ഇന്ന പോലത്തെ ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവിടുന്നിട്ട് കയറാൻ കുറച്ച് ടാസ്ക്കാണ്. അപ്പം ഞാൻ മാത്രമല്ല നടക്കാൻ മടിയുള്ളത്. കണ്ടില്ലേ, നടക്കുന്നവരൊക്കെ ഊരൊക്കെ കൈ കൊടുത്തിട്ടാണ് നടക്കുന്നത്. എല്ലാവരും ഇറങ്ങിയ മാതിരിക്കല്ല, കയറാൻ നേരത്തെ എല്ലാവരും നല്ല ടയർഡായിക്കണം. അപ്പോൾ പിന്നെ നടന്ന് നമ്മൾ കയറിയ ആ കവാടത്തിൻ്റെ അവിടേക്ക് തന്നെ എത്തി. ഇവിടെ പിന്നെ വേറെ എന്തോ സംഭവം കിട്ടും. അതായത് ഇവിടുന്ന് വാട്ടർ ബോട്ടിൽ മേടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കുടിച്ചിട്ട് തിരിച്ച്
ആ ബോട്ടിൽ കൊടുക്കുമ്പോൾ എന്തോ ക്യാഷ് റീഫണ്ട് ചെയ്യുക അങ്ങനെ എന്തോ ഉണ്ട്. പിന്നെ ഇതാണ് പർച്ചേസ് ചെയ്യാനുള്ള ആ ഒരു സ്ട്രീറ്റ്. ഇവിടുന്ന് എന്തെങ്കിലും സാധനം മേടിക്കണമെന്നുണ്ടെങ്കിൽ മേടിക്കാം. പിന്നെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് കുറച്ച് അപ്പുറത്താണ്. അപ്പോൾ വരുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇതാ ഈ സൈഡിലായിട്ടാണ്, ഈ റോഡ് സൈഡിലായിട്ടാണ് പാർക്ക് ചെയ്തത്. വരുമ്പോൾ നല്ല വണ്ടികളുണ്ടായിരുന്നു, അപ്പോൾ അതിനെക്കൊണ്ട് വീഡിയോ എടുക്കാൻ ഞാൻ നിന്നില്ല. അതാണ് ഇപ്പോൾ കാണിച്ചു തന്നത്. ഈ ഹോട്ടലിൻ്റെ സൈഡിലായിട്ടാണ് പാർക്ക് ചെയ്തത്. ഇത് പേ പാർക്കിംഗ് ഒന്നുമല്ല കേട്ടോ. ആ സൈഡിൽ പേ പാർക്കിങ്ങിൻ്റെ ഇത് ഉണ്ട്, ബട്ട് ഞങ്ങൾ അതിൽ നിന്നിട്ടില്ലായിരുന്നു. വേഗം അവിടെ വണ്ടി സൈഡാക്കിയിട്ട് അങ്ങോട്ട് പോവുക ചെയ്ത്. ഇത് പിന്നെ തിരിച്ച് റിട്ടേൺ അടിക്കുമ്പോൾ കയറിയ സ്ഥലമാണ്. ഇവിടെ നിന്നാണ് ഒരു ലോങ് സൈറ്റത്തെ വ്യൂ ആണ്. എന്താണിത്, ആതിരപ്പള്ളീൻ്റെ അങ്ങനെ കാണാനുള്ളതും എടുക്കാനുള്ളതൊക്കെ എടുത്ത് വീഡിയോ എടുത്ത് കാണാനുള്ളതൊക്കെ കണ്ട് ഇനി നേരെ വീട്ടിലേക്ക് പോകണം. വീട്ടിലേക്ക് പോകാൻ ഇപ്പം ലേറ്റ് ആയിക്കണ്. ഞങ്ങൾ ഇപ്പം തന്നെ ഏകദേശം 6:15 6:05 ആയിക്കണം. കറക്റ്റ് ടൈം ഓർമ്മയില്ല, 6:05 തന്നെ തോന്നുന്നു. അങ്ങനെ എന്തോ ആയിക്കണം. ഇവിടുന്ന് ഞങ്ങളെ വീട്ടിലേക്ക് തിരൂർക്ക് ഏകദേശം 3 മണിക്കൂറിൻ്റെ ഓട്ടമുണ്ട്. അപ്പം എന്തായാലും അവിടെ എത്താൻ നൈറ്റ് ആവും. അതിനെക്കൊണ്ട് വേഗം സ്പീഡിൽ പോകാൻ നിന്ന്. പിന്നെ വല്ലാണ്ട് എവിടെയും നിന്നിട്ടില്ല. In your way, 'cause you walked out so fast yesterday. No, I don't think you're here to stay. No, I don't think you're here to stay. So tell me what you want, tell me how you want it. Tell me all the reasons that you're running away. I don't think you're here to stay. No, I don't think you're here to stay. No, no, no. I just wanna be with you. I just wanna be with you. Yeah, I just wanna be with you. Yeah, I just wanna be with you. I just wanna be with you. I just wanna be with you. Yeah, I just wanna be with you. Yeah, I just wanna be with you. I just wanna dance all night, forget my problems. I might go insane. I don't really give a damn what they say. And now you know it. Hey, little lady, said you feel the same, but I don't believe a word you say. 'Cause I don't think you're here to stay. No, I don't think you're here to stay. So tell me what you want, tell me how you want it. Tell me all the reasons that you're running away. I don't think you're here to stay. No, I don't think you're here to stay. No, no, no. I just wanna be with you. I just wanna be with you. Yeah, I just wanna be with you. Yeah, I just wanna be with you. I just wanna be with you. I just wanna be with you. Yeah, I just wanna be with you. Yeah, I just wanna be with you. I just wanna dance all night, forget my problems. I might go insane. I don't really give a damn what they say. And now you know it. I feel
பாட்டொலி முருகன் பணி போராதலி ஏழிலே